നീ എന്താ ഒന്നും കഴിക്കാത്തെ? എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് നീ പട്ടിണി കിടക്കാൻ പോവാന്നോ? എഴുന്നേക്കടാ, എഴുന്നേക്ക്, എന്നിട്ട് പോയി വല്ലതും കഴിക്കേ. വിനുവേട്ടാ, വന്നിതെല്ലാം കഴിക്കേ. പ്രകാശേട്ടൻ വഴക്ക് പറഞ്ഞതിന്റെ സങ്കടത്തിലാ വിനുവേട്ടൻ പട്ടിണി കിടക്കുന്നത്. പ്രകാശേട്ടൻ അനാഥനെന്ന് വിളിച്ചതല്ലേ പ്രശ്നം? ഞങ്ങളുടെ വിനുവേട്ടൻ എങ്ങനെ അനാഥനാവുന്നത്? എന്റെയും വന്ദനേച്ചയുടെയും കൂടപ്പറപ്പാ വിനുവേട്ടൻ. എടാ, ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ മൊണ്ണയാടാ, വെറും മൊണ്ണ. വിനുവേട്ടൻ വാ, ആഹാരം കഴിക്കാം. വാ, ഞാനല്ലേ വിളിക്കുന്നത്. എന്ന് ആരും ആഹാരം കഴിക്കണ്ട, എല്ലാവരും വാശിയെടുത്ത് ഇവിടെ ഇരുന്നു. നോക്കടാ, നീ ചെല്ല്. വിനുവേട്ടാ, വിനുവേട്ട അത്താഴം കഴിക്കാത്തോണ്ട് ഞങ്ങളും കഴിച്ചില്ല. കണ്ടോടാ എന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം. നീ പട്ടിണി കിടക്കുമ്പോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇറങ്ങില്ലെന്നാ പറഞ്ഞതിനർത്ഥം. എടാ, കൂടപ്പുറപ്പാകാൻ ഒരു വയറ്റ് ജനിക്കണമെന്നൊന്നും ഇല്ല. മക്കളെ, ചെവി കേക്കില്ലെങ്കിലും നിങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ഇവന്റെ വെപ്രാളം കണ്ടോ? എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ. കളിക്ക ഈ വീട്ടിൽ കൂട്ടുകാരില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു. ദിയ വന്നതോടെ എനിക്ക് കൂട്ടായി. നല്ല രസമാച്ച ദിയ കുട്ടി, എനിക്കിഷ്ടായി. നന്നായി മോനെ, നിനക്കൊരു കൂട്ട് കിട്ടിയില്ലോ. ദിയ മോളെ പിണക്കാതെ എപ്പോഴും കൂടെ കൂട്ടിക്കോ, കേട്ടോ? നല്ല മിടിക്കുക അച്ഛാ. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാ മതി, നല്ല ഓർമ്മയാച്ചാ. ദിയയുടെ സ്കൂളിൽ ദിയ കുട്ടിയാ ഫസ്റ്റ്. വെരി ഗുഡ്. പെൺകുട്ടികളായാൽ അങ്ങനെ തന്നെ വേണം. ചെസ് കളി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഇപ്പൊ ചെസ് കളിയിൽ എന്നെ തോപ്പിക്കും. അങ്ങനെ വേണം പിള്ളേര്. കുഞ്ഞുനാളിൽ നേടുന്ന വിജയം മുതിർന്നു വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. കുഞ്ഞുനാളിൽ പാഴായി പോയാൽ ജന്മം തന്നെ പാഴായി പോവും. നീയും ദിയമോളുടെ കൂടെ കൂടിക്കോ, നല്ല മിടുക്കനായിട്ട് വരും. അല്ല, ഞാൻ സ്വപ്നം കാണാണോ?
ഗ്രഹപ്പിഴ പിടിച്ച കുട്ടിയെ ആട്ടി ഓടിക്കണോന്നും പറഞ്ഞ് ബഹളം വെച്ച ആളാണോ ഇപ്പൊ ദിയമോളെ നല്ല കുട്ടിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? അതേടി, അവസരത്തിനൊത്ത് പ്രകാശ് പ്ലേറ്റ് മാറ്റി മറച്ചും വയ്ക്കും. ദിയമോളെ കുറ്റങ്ങൾ നിരത്തി തള്ളി പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് ഞാനും വഹിക്കേണ്ടി വന്നേനെ. ഞാനൊരു ഉടക്ക ലൈൻ ഇട്ടതുകൊണ്ട് കുട്ടിയുടെ എല്ലാ ചെലവുകളും വന്ദന വഹിക്കാന്ന് സമ്മതിച്ചില്ലേ? എന്റെ സമ്പാദ്യത്തിൽ നിന്ന് കാൽ കാശ് പോലും വേസ്റ്റ് ആവില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപ്പൊ ആ ലാഭമാണ് ദിയമോളെ അംഗീകരിക്കാൻ കാരണം. അതെ. ഇനി കുട്ടിയെ വന്ദനയോ അച്ഛനോ ആര് വേണമെങ്കിലും സംരക്ഷിച്ചോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. ഓ, ഈ അച്ഛന്റെ മണ്ട സമ്മതിക്കണം. ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്. പോടാ പോടാ പോടാ, പോയി കിടന്നുറങ്ങടാ. എടി, നീ കിടക്കുന്നില്ലേ? നീ എന്താ ആലോചിക്കുന്നത്? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നത് മഹാപുണ്യമാണെന്നാണല്ലോ ഇവിടെ ചിലരുടെയൊക്കെ അഭിപ്രായം. എന്നാ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. വന്ദനേച്ചിയെ താലി കെട്ടാൻ തയ്യാറാവുന്ന ആള് തട്ടിപ്പോകുന്ന ജാതകക്കുറിപ്പ് സത്യമാണെന്ന് തെളിഞ്ഞു. എന്തായാലും ജോത്സ്യനൊരു പരസ്യമായി. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളെ കെട്ടിയ ഒരു പെങ്കൊച്ചിന്റെ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന അവസ്ഥ കൂടി ആയാലോ. ഈ ജന്മം വന്ദനേച്ചി ആരും തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. എന്താ മനോജിന്റെ നാക്കിറങ്ങി പോയോ? ഞാൻ അന്യ കുടുംബത്തിലെ പെണ്ണ. നിന്റെ വന്ദനേച്ചി നന്നായാലും മോശമായാലും എനിക്കൊരു ചുക്കും വരാനില്ല. അതുപോലെയാണോ സ്വന്തം സഹോദരനായ നീ? ഞാൻ എന്ത് വേണമെന്ന നീ പറയുന്നേ? നിന്റെ ചേട്ടൻ പ്രകാശിനെ പോലെ നീയും ശക്തമായ ഭാഷയിൽ വന്ദനേച്ചിയെ ചോദ്യം ചെയ്യണമായിരുന്നു. ഞാനേ ചോദ്യം ചെയ്യാൻ ചെന്ന എന്റെ വായടപ്പിക്കാൻ എല്ലാവരുടെയും പക്കലുണ്ടല്ലോ മൂർച്ചയുള്ള ഒരു ആയുധം. നിന്നെ പ്രേമിച്ച് മതില് ചാടിച്ചു കൊണ്ടുവന്ന ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കുടുംബദ്രോഹിന്ന്. അത് കേൾക്കുമ്പോ എന്റെ സർവ്വ കോൺഫിഡൻസും പോവും. വന്ദനേച്ചി വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോ അനുജനായ ഞാൻ തന്നിഷ്ടപ്രകാരം നിന്നെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ചേച്ചി ഒറ്റത്തടിയായി നിന്ന് പോയതെന്ന ആരോപണവും എന്റെ പേരിലുണ്ട്. ഒരു തരത്തിൽ നോക്കിയാ അതിലും സത്യമില്ലാതില്ല. നിന്നോടുള്ള പ്രേമം മുതൽ വട്ടിളക്കി ചാടി വന്നതൊന്നും അല്ല ഞാൻ. എന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയൊന്ന് പറഞ്ഞ് നീ മോങ്ങിയപ്പോഴേ എനിക്ക് ആ സാഹസം ചെയ്യേണ്ടി വന്നു. അതിന്റെ അവഗണനയും ഒറ്റപ്പെടുത്തലും ഒക്കെ ഇന്ന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവാ. കാശിന് കൊള്ളാത്ത കഴുതിയോട് വെറുതെ നോക്കിട്ടലച്ചിട്ട് എന്താ കാര്യം? മോറങ്ങോട്ട്. മോളെന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് അച്ഛമ്മേ ഓർമ്മ വരുന്നമ്മേ. എന്നെ അടുത്ത് കിടത്തി കഥകളൊക്കെ പറഞ്ഞ അച്ഛമ്മ എന്നെ ഓർക്കാറ്. അച്ഛനും അച്ഛമ്മ എന്നാ തിരിച്ചു വരുന്നത്? ഉടനെ വരും മോളെ. മോൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും ഒക്കെ ആയിട്ടായിരിക്കും അവരിനി വരുന്നത്. എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും വാങ്ങില്ല. അച്ഛനോടും അച്ഛമ്മയോടും ഞാൻ പിണക്കത്തില്ല. എന്നെ കൂട്ടാതെ ഒളിച്ച് പൊക്കളഞ്ഞില്ലേ? അങ്ങനൊന്നും പറയില്ലേ മോളെ. മോളെ, വന്ദനാമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ അവര് പോയത്? വന്ദനാമ്മ മോൾക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല.
വന്ദനാമ്മ എനിക്ക് എല്ലാം തരുന്നുണ്ട്. എനിക്ക് വേണ്ടി കുറെ വഴക്കും കേൾക്കുന്നുണ്ട്. പാവം വന്ദനാമ്മ. എനിക്ക് അച്ഛനും അച്ഛമ്മയും തിരിച്ചു വരുന്ന കള്ളം പറഞ്ഞ് എത്ര കാലം വെച്ചാ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത്? കളങ്കില്ലാത്ത മനസ്സിൽ വെറുതെ പ്രതീക്ഷകളെ കുത്തി നിറയ്ക്കുന്ന പാപോ. അതല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? കുട്ടിയെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാ. പക്ഷെ അത് ചേച്ചിയുടെ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഭാവി അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് സാറിനെ കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹത്തിന് ദുർമരണം സംഭവിച്ചു. ഇനി എന്നെ കേട്ട മറ്റൊരാൾ വന്നാലും അയാൾക്ക് ഇതേ ഗതി തന്നെയായിരിക്കും. വേണ്ട, എനിക്ക് ഈ ജന്മം ഒരു വിവാഹം ഇനി വേണ്ട. ഭീമളെ പെറ്റമ്മയെ പോലും നോക്കിക്കൊള്ളാന്ന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം. ഭീമോള് അവളെനിക്ക് പ്രാണന. ഞാൻ പ്രസവിക്കാത്ത എന്റെ സ്വന്തം കുഞ്ഞ്. എനിക്കിപ്പോ അവളാണ് ലോകം. എന്റെ കഴുത്തിൽ താലി കെട്ടാത്ത ഭർത്താവിന്റെ കുഞ്ഞിന്റെ അമ്മയായി സന്തോഷത്തോടെ ഞാൻ ജീവിച്ചോളാം. ആ ജീവിതം മതി എനിക്ക്. അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എന്റെ ഭാവി ജീവിതം. ചേച്ചിയോട് ഇപ്പൊ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ആ കാർ ആക്സിഡന്റാ ദിയമോൾക്ക് ഈ ഗതി വരുത്തിയത്. അതിന് കാരണക്കാരായവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് അനാഥയാവില്ലായിരുന്നു. ആരൊക്കെയോ ഈ മരണം ആഗ്രഹിച്ചിരുന്നത് പോലെ. അവരാരാ? ആ ദുരൂഹത മാറ്റി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നേ. ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണക്കാരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അവരർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. കുറുപ്പ് സാർ നിൽക്കുന്നു. ഞങ്ങൾ പോട്ടെ, നാളെ കാണാം. ശരിടാ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. പോ. മോനെ, എന്താ ഇത്? സമയം എത്രയെന്നറിയോ? നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ആകെ ടെൻഷനില്ല. നീ ഇത് എവിടെയായിരുന്നു?
അതെന്താ അച്ഛൻ ഇപ്പോൾ ഒരു ടെൻഷൻ? തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഞാൻ ഇതിലും വൈകി വരാറുണ്ടല്ലോ. ചില ദിവസങ്ങളിൽ വരാറ് പോലുമില്ല. അത് ആ സമയത്തല്ലേ. ഇപ്പൊ നീ എവിടെ പോയതാ? ഒരർത്ഥത്തിൽ പറഞ്ഞ തീർത്ഥാടനം. ദൈവങ്ങളോട് നന്ദി പറയാം. ആ അപകടത്തിൽ ആർക്കും ഒരു ആപത്തും സംഭവിക്കാത്തതിൽ ദൈവത്തിന്റെ ഒരു കരുതലുണ്ടച്ചാ. നിന്റെ കാറടിച്ചതിൽ മരണം ഒന്നല്ല, രണ്ടാ നടന്നിരിക്കുന്നത്. അച്ഛനെന്താ ആലോചിക്കുന്നത്? ഏയ് അല്ല, ദൈവം ആപത്തൊന്നും വരുത്തിയില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. എൻ്റെ മോനെ രക്ഷിച്ചതിന് ദൈവങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നേരെ ഒരുപാട് വൈകി. നീ ചെന്ന് ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ആ ശരി അച്ഛാ. ഭഗവാനെ, ഗുരുവായൂരപ്പ, സത്യം ഒരിക്കലും എൻ്റെ മോൻ ജഗന്നാഥൻ അറിയാതെ നോക്കണേ. ദീമോളെ, ദീമോളെ, ദീമോളെ. മോളിതെവിടെ പോയി? മോളെ, മോളെ, മോളിതെവിടെ പോയി? ദീമോളെ, ദീമോളെ. മോളെ, വിനുവേട്ടാ, ദീമോളെ കണ്ടോ? വിനുവേട്ടൻ ഇങ്ങനെ കണ്ടോ? വിനുവേട്ടൻ ദീമോളെ നോക്കാണോ? എങ്കിൽ പോയി നോക്ക. ഞാനും പോയി നോക്കാം. മോളെ, ദീമോളെ, ദീമോളെ, ദീമോളെ. എന്താ വന്ദന? എടുത്തി, ദീമോൾ ഇങ്ങോട്ട് വന്നോ? വന്നില്ലല്ലോ. ദീമോളെ മുറിയിലൊന്നും കാണുന്നില്ല. കാണുന്നില്ലേ? അതെ എടുത്തി. ദീമോളെ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. എനിക്കൊക്കെ പേടിയാവുന്നു. നീ ടെൻഷൻ അടിക്കാതെ വാ, നോക്കാം. ദീമോളെ, വാ. ദീമോളെ, ദീമോളെ, മോളെ. എന്താ ചേച്ചി, എന്താ പ്രശ്നം? ദീമോളെ മുറിയിൽ എങ്ങും കാണുന്നില്ല. അടുക്കളയിലും ചെന്നിട്ടില്ല. നീ മോളെ കണ്ടോ? ഇല്ല, രാവിലെ സിറ്റ് ഔട്ട് ഇരിക്കുന്ന കണ്ടായിരുന്നു. പിന്നെ എവിടെ പോയതാ? എത്ര വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. മോള് ദൂരെ എങ്ങും പോകാൻ വഴിയില്ല. ചേച്ചി ടെൻഷൻ അടിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. വാ വാ. മോളെ, ദീമോളെ, ദീമോളെ, മോളെ, ദീമോളെ. ദീമോളെ, മോളെ, 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 മോളെ. മനോജേട്ടാ, ദീമോളെ കണ്ടോ? ഇല്ലല്ലോ. മോളെ മുറിയിലും പരിസരത്തും എങ്ങും കാണുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ മറുപടിയില്ല. എന്തെങ്കിലും വലിച്ചു വാരി തിന്നാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും. ഇല്ല ഹരിതേ, അടുക്കളയിലും വന്നിട്ടില്ല. പിന്നീതെവിടെ പോയി? മോളെ, ദീമോളെ, മോളെ, ദീമോളെ. എന്താ എല്ലാവരും കൂടി ഇവിടെ? ദീമോളെ കാണുന്നില്ല. കാണുന്നില്ലയോ?
നിന്റെ കൂടെ കിടന്നുറങ്ങിയ കുട്ടി എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയില്ലേ? ദേമുള്ള മുറിയിൽ കടിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ പുറത്തേക്ക് പോയത്. തിരിച്ചു വന്നപ്പോ കാണുന്നില്ല. ഓരോരോ തലവേദനകൾ ഉണ്ടാക്കി വെച്ചോളും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ആര് കേൾക്കാനാ? വീടും പരിസരവും പരിചയമില്ലാത്ത കുട്ടിയാ. ചുറ്റിനാണെങ്കിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടുവാ. അങ്ങോട്ടെങ്ങാനും പോയി വല്ല ആപത്തും പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം?